പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പരിശുദ്ധ കന്യകാമറിയത്തെ കുറിച്ച് വീണ്ടും കൂടുതൽ ആഴത്തിലേക്ക് മനസ്സിലാക്കാൻ വേണ്ടി പോവുകയാണ്. പരിശുദ്ധ കന്യകാമറിയം നമ്മുടെ വ്യക്തി ജീവിതത്തിൽ എന്തു ചെയ്തു എന്നുള്ളത് നമ്മൾ ഒന്നുകൂടെ ഒന്ന് മനസ്സിലാക്കുകയാണ്. നമുക്കറിയാം, യേശുക്രിസ്തു ജനിച്ചു കഴിഞ്ഞപ്പോൾ ഹെറോദേസിന്റെ പടയാളികൾ യേശുവിനെ വധിക്കാനായിട്ട് വന്നു. അപ്പോൾ ഗബ്രിയേൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് ഈ കുഞ്ഞിനെയുമായിട്ട് ഈജിപ്തിലേക്ക് പോകാനായിട്ട് പ്രത്യേകിച്ച് ആവശ്യപ്പെടുന്നുണ്ട്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട വലിയൊരു ദൈവരഹസ്യം, നമ്മൾ ആഴത്തിലൊന്ന് ധ്യാനിക്കേണ്ടത്, ഹവ്വയോട് പിതാവായ ദൈവം ഉൽപ്പത്തി 3:3 നടുവിലത്തെ വൃക്ഷത്തിന്റെ പഴം തിന്നരുതെന്ന് പറഞ്ഞിട്ട് ഹവ്വ ദൈവം പറഞ്ഞത് കേട്ടില്ല. അതൊരു മാലാഖയല്ല പറഞ്ഞത്, ദൈവമാണ്. എന്നിട്ട് പോലും ദൈവത്തോട് മറുതലിച്ചു. സാത്താന്റെ ഇഷ്ടം ഹവ്വ അനുസരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കേണ്ട വലിയൊരു സത്യം, നമ്മൾ ദൈവത്തിന്റെ പദ്ധതിയോടാണോ കൂടുതൽ സഹകരിക്കുന്നത് അതോ സാത്താന്റെ പദ്ധതിയോടാണോ എന്നുള്ളത് നമ്മൾ പലപ്പോഴും പല ധ്യാനങ്ങളൊക്കെ കൂടുമ്പോൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. പലപ്പോഴും ആദ്യമൊക്കെ വലിയ തീരുമാനങ്ങളൊക്കെ എടുക്കും, പക്ഷേ മണിക്കൂറുകൾക്കകം നമ്മൾ വീണ്ടും പഴയ പാപത്തിലേക്ക്, സുഖങ്ങളിലോട്ട് അല്ലെ സുഖങ്ങൾ തേടിയുള്ള യാത്ര നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. ഇതുപോലെ തന്നെ പരിശുദ്ധ കന്യകാമറിയത്തിനും ഈ ഭൂമിയിൽ നമ്മെപ്പോലെ ഹവ്വയെപ്പോലെ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്, എന്തും ചെയ്യാൻ. പക്ഷെ പരിശുദ്ധ കന്യകാമറിയം തൻ്റെ സുഖമോ തൻ്റെ ഇഷ്ടങ്ങളോ നോക്കാതെ ദൈവേഷ്ടത്തിന് പരിപൂർണമായും വിധേയപ്പെടുകയാണ്. ഈ കുഞ്ഞിനെ കൊണ്ട് ഈജിപ്തിലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ പിന്നീട് ഒന്നും ചിന്തിക്കുന്നില്ല. നമുക്ക് മനസ്സിലാക്കാം, നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. ദൈവം ഭൂമിയിലേക്ക് മനുഷ്യനായി മറിയത്തിന്റെ ഉദരത്തിലൂടെ ആ പൂർണ്ണ വളർച്ചയെത്തിയ യേശു മറിയത്തിന്റെ കരങ്ങളിൽ ഇരിക്കുകയാണ്. ഗബ്രിയേൽ ദൂതൻ വന്ന് പറയുന്നത് ദൈവത്തെ കൊല്ലാൻ ആള് വരുന്നു എന്നത്. ദൈവത്തെ കൊല്ലാൻ ഒരു വ്യക്തി വരിക എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? അത് മനുഷ്യവർഗത്തെ മുഴുവൻ രക്ഷിക്കാനിരിക്കുന്ന ദൈവം മനുഷ്യനായി വന്ന് പിറന്നു. അപ്പോൾ ദൈവത്തെ കൊല്ലാൻ ഒരാൾ വരുന്നു എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മുടെ ബുദ്ധിയിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു കാര്യമല്ല. ദൈവം തന്നെ അവിടെ നിൽക്കട്ടെ, നമ്മുടെ അടുക്കൽ ഒരു ഗബ്രിയേൽ ദൂതനോ മിഖായേൽ മാലാഖയോ ഒരു വാളുമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ ഭൂമിയിലുള്ള എല്ലാവരും നമ്മൾ ഈ ദൈവത്തെ കൊല്ലാൻ വേണ്ടി വരിക എന്ന് പറയുവാണെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മൾ അല്പം പോലും ഭയപ്പെടത്തില്ല. കാരണം എന്താ, നമ്മുടെ കൂടെ മിഖായേലും ഗബ്രിയേലും ഒക്കെ നിൽക്കുകയാണ്. അല്ലെ, നമ്മളെ കൊല്ലാൻ വേണ്ടി വരിക, ദൈവത്തെ പോട്ടെ, നമ്മളെ കൊല്ലാൻ വേണ്ടി വരിക എന്ന് പറഞ്ഞാലും നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. കാരണം മാലാഖ നമ്മുടെ കൂടെ നിൽക്കുകയാണ്. എന്നാൽ ഇവിടെ മറിയത്തോട് പറയുന്നത് എന്താണ്? ഗബ്രിയേൽ ദൂതൻ ഈ യേശുക്രിസ്തുവിനെയുമായിട്ട് എത്രയും പെട്ടെന്ന് ഈജിപ്തിലേക്ക് കൊണ്ടുപോകാനാണ് പറയുന്നത്. കാരണം എന്താ, ഹെറോദേസ് ഈ 2 വയസ്സ് താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും വധിക്കാൻ വേണ്ടി തീരുമാനമിട്ടിരിക്കുകയാണ്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതവിടെ നിൽക്കട്ടെ, കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി തീരുമാനമെടുത്തു. അങ്ങനെ ഒരു വിളംബരം അറിയിച്ചു. മറിയവും ഔസേപ്പിതാവും, പ്രത്യേകിച്ച് പരിശുദ്ധ കന്യകാമറിയം ഈ കുഞ്ഞിനെ കൊണ്ട് ഈജിപ്തിലേക്ക് പോയില്ല എന്ന് വിചാരിക്കുക. പോയില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഈ കുഞ്ഞിനെ ഹെറോദേസിന്റെ പടയാളികൾ വധിക്കും. അങ്ങനെ വധിച്ചിരുന്നുവെങ്കിൽ മറിയ ഹവ്വയെ പോലെ മറുതലിച്ച് ഈജിപ്തിലേക്ക് ഇത്രയും ദൂരം പോകണ്ടേ? 10 ദിവസത്തെ യാത്രയുണ്ട്. ഇത്രയും കഷ്ടപ്പെടുന്ന എന്തിനാ? ദൈവത്തെ അല്ലേ ഞാൻ പ്രസവിച്ചത്? ദൈവത്തെ കൊല്ലാൻ ഒരാൾ വരുന്നുണ്ടെങ്കിൽ പിന്നെ ആരിലെ ആശ്രയിക്കുന്നത്? ദൈവം പോലും നമ്മളെ സഹായിക്കുമല്ലോ. ഇങ്ങനെയൊക്കെ വിശ്വസിച്ചുകൊണ്ട് മറിയം പോയില്ലായിരുന്നെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, ഈ കുഞ്ഞിനെ ഹെറോദേസിന്റെ പടയാളികൾ വധിക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. അങ്ങനെയെങ്കിൽ മറിയം ഈ കുഞ്ഞിനെ കൊണ്ട് ഈജിപ്തിലേക്ക് പോയില്ല, ഈ കുഞ്ഞിനെ വധിച്ചുവെങ്കിൽ ഇന്ന് കത്തോലിക്ക സഭ ഭൂമിയിലുണ്ടാവുമോ? ആര് പർദീസ തുറക്കും? കാൽവരിയിൽ ആരാ മരിക്കുന്നത്? ഇന്ന് ക്രിസ്ത്യാനി ഭൂമിയിലുണ്ടാവുമോ? ഇനി ഈ 66 പുസ്തകമുള്ള പെന്തക്കോസ്തക്കാർക്ക് ഈ ബൈബിൾ ഉണ്ടാവുമോ? ഈ യേശുവിനെ പ്രഘോഷിക്കാൻ ഈ പെന്തക്കോസ്തക്കാർക്ക് എവിടുന്ന് കിട്ടും ഈ യേശു എന്ന നാമം? കാൽവരിയിൽ ആര് മരിക്കും? ഈ മറിയം യേശുവിനെ കൊണ്ട് ഈജിപ്തിലേക്ക് പോയില്ലായിരുന്നെങ്കിൽ ഇന്ന് മാർപ്പാപ്പയോ മെത്രാന്മാരോ വൈദികരോ സന്യസ്തരോ ക്രിസ്ത്യാനികളോ ഈ ഭൂമിയിലുണ്ടോ? ഒരു ബൈബിളും ഉണ്ടാവുകയില്ല. നമുക്ക് വേണ്ടി പർദീസ ആര് തുറന്നു തരും? ആര് അപ്പസ്വലന്മാരെ തെരഞ്ഞെടുക്കും? അപ്പസ്വലന്മാരുടെ കാര്യം എങ്ങനെയാണ് അപ്പസ്വലന്മാർ ഉണ്ടാകുന്നത്? അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവർ, ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് പറയുമ്പോൾ ദൈവത്തെ രക്ഷിക്കാനുള്ള വലിയൊരു സംഭവമാണ് മറിയം. ദൈവത്തെക്കാളും വലിയൊരു സംഭവമാണ് നല്ലോണം പറഞ്ഞു വരുന്നത്. കാരണം സാത്താൻ ദൈവത്തിന്റെ പദ്ധതിയെ ഹവ്വയിലൂടെ തകർത്ത് കളഞ്ഞപ്പോൾ ഈ നസ്രത്തിലെ മറിയത്തിലൂടെ ദൈവം വലിയൊരു പദ്ധതി
അല്ലെങ്കിൽ കൃപ അതിന്റെ പരിപൂർണതയിൽ പരിശുദ്ധ കന്യകാമറിയത്തെ നിറച്ചുകൊണ്ട് കൃപ നിറഞ്ഞവളാക്കി മറിയത്തെ മാറ്റി. കാരണം ഈ സാത്താന്റെ പദ്ധതിയെ തകർക്കണം. കാരണം നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് യേശു ദൈവമാണ്, സംഗതി ശരിയാണ്. പക്ഷെ ഭൂമിയിലോട്ട് പാപം വന്നത് ഹവ്വ വഴിയാണ്, ഒരു സ്ത്രീ വഴിയാണ്. അപ്പൊ അതുകൊണ്ട് ഈ സ്ത്രീയിലൂടെ തന്നെ വേണം ഈ യേശുവിനെ രക്ഷിക്കാൻ. അതെന്ന് വെച്ചാൽ ദൈവത്തെ രക്ഷിക്കുന്ന ഒരു വ്യക്തി മറിയമാണെന്നൊന്നും അല്ല പറഞ്ഞു വരുന്നത്. പക്ഷെ മറിയത്തിന്റെ കുട്ടിയാണ്. ഈ മറിയം ഈജിപ്തിലേക്ക് ഈ കുഞ്ഞിനെ കൊണ്ട് പോയില്ലായിരുന്നു എന്ത് ചെയ്തേനെ? കാരണം ഹവ്വയെ പോലെ തന്നെ നമ്മളെപ്പോലെ തന്നെ പൂർണ്ണ സ്വാതന്ത്ര്യം മറിയത്തിനുമുണ്ട്. നമ്മളെപ്പോഴും മനസ്സിലാക്കണം. അല്ലാണ്ട് മിഖായേൽ മാലാഖ വാളെടുത്തിട്ട് അല്ലെങ്കിൽ കുന്തം എടുത്ത് മറിയത്തിന്റെ കഴുത്തെ കുത്തി പിടിച്ചിട്ട് പറയുന്ന പോലെ കേട്ടോണോ അല്ലെങ്കിൽ കൊന്നു കളയുന്നെന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നൊന്നുമില്ല. മറിയത്തിന് നല്ല സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പം നമുക്കറിയാം, ദാവീദ് പാപം ചെയ്തു, മോശ പാപം ചെയ്തു, കൊലപാതകമൊക്കെ ചെയ്തു, സോളമൻ 10,000 പെണ്ണുങ്ങളെ പുറകെ പോയി. ഇതുപോലെ തന്നെ സാംസനെ പോലെയൊക്കെ തന്നെ മറിയത്തിന് സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ നമ്മളിതെപ്പോഴും മനസ്സിലാക്കണം. മറിയം ദൈവത്തിന്റെ അടിമയൊന്നുമല്ല, നമ്മളെപ്പോലെ തന്നെ മക്കള് തന്നെയാണ്. മറിയത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ദൈവത്തോട് ചേർന്ന് മറിയം ദൈവേഷ്ടം നിറവേറ്റാൻ സഹകരിക്കുകയാണ്. അതിനൊത്തിരി സഹിക്കേണ്ടതായിട്ട് വന്നു. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, മറിയത്തിന് ഇത്രമാത്രം കൃപ കൊടുത്ത് ദൈവം ഉയർത്തിയത് ഈ സാത്താന്റെ തല തകർത്ത് കളയുന്നതിന് വേണ്ടിയാണ്. എങ്ങനെ? എളിമയിലൂടെ, അനുസരണത്തിലൂടെ, വിധേയപ്പെട്ടുകൊണ്ട്. ഹവ്വയിൽ എന്തെല്ലാം അഹങ്കാരം, ദൈവത്തെ പോലെ ആകാൻ വേണ്ടി അവൾ അഹങ്കരിച്ചു. ദൈവം നഷ്ടപ്പെട്ടു, പർദീസ നഷ്ടപ്പെട്ടു, പാപം കടന്നു വന്നു, ഭൂമിയിൽ കടന്നു വന്നു, തിന്മ പെരുകി. എന്നാൽ ഇതെല്ലാം പർദീസ അടച്ചുപൂട്ടിയതൊക്കെ ഈ മറിയത്തിലൂടെയാണ് തുറക്കപ്പെടുന്നത്. മറിയത്തിലൂടെയാണ് രക്ഷയാകുന്ന യേശു ഭൂമിയിലോട്ട് വരുന്നത്. ഇത്രമാത്രം ഞാൻ ഇതിനെക്കുറിച്ച് ഈ വിഷയം സംസാരിക്കുമ്പോൾ പലരും ചിന്തിച്ചിട്ടുണ്ട്, മറിയം എന്താ ദൈവത്തെക്കാളും വലിയൊരാളോ? ദൈവത്തെ രക്ഷിക്കാൻ മനുഷ്യന് പറ്റുമോ? പക്ഷേ നമുക്കറിയാം, യേശു ക്രിസ്തുവിനെ ജന്മം കൊടുത്തപ്പോൾ മറിയം ഈജിപ്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി സ്വർഗത്തിന്റെ ദൂതൻ തന്നെയാണ് ആവശ്യപ്പെടുന്നത്. എന്തിനാണ് മറിയത്തിന്റെ ആവശ്യം? ദൈവത്തിന് നേരിട്ടങ്ങ് പോയിക്കൂടെ? ഗബ്രിയേൽ മാലാഖ വന്നതുപോലെ യേശുവിനെ നേരിട്ടൊക്കെ പറന്നു പോയിക്കൂടെ? പക്ഷേ അപ്പോൾ സാത്താൻ ഉൽപ്പത്തി 3:15 പിതാവായി ദൈവം വെല്ലുവിളിച്ചതിന് അതിനുള്ള ആൻസർ കറക്റ്റ് കിട്ടത്തില്ല. കാരണം പിതാവായ ദൈവം സാത്താനോട് പറഞ്ഞു, സാത്താനെ നീയും സ്ത്രീയും തമ്മിൽ, നിന്റെ സന്തതി അവളുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും. ഈ മറിയത്തിലൂടെയാണ് പിതാവ് സാത്താന്റെ തല തകർക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, മറിയത്തെ ഒരു ചെറിയൊരു വ്യക്തിയാക്കിയിട്ട് നമ്മൾ കാണരുത്. ദൈവം ഇത്രമാത്രം കൃപ കൊടുത്ത് മറിയത്തെ ഉയർത്തിയത് അല്ലെങ്കിൽ അഭിഷേകം ചെയ്തത് ഈ സാത്താന്റെ പദ്ധതിയെ തകർക്കാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെ? അനുസരണത്തിലൂടെ, എളിമയിലൂടെ, ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റാനായിട്ട് പരിശുദ്ധ കന്യകാമറിയം തന്റെ ജീവിതം തന്നെ ദൈവത്തിന് സമർപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് പരിശുദ്ധ കന്യകാമറിയം ഈജിപ്തിലേക്ക് ഈ കുഞ്ഞിനെ കൊണ്ട് പോയി യേശുവിനെ ആ മരണത്തിൽ നിന്ന് രക്ഷിച്ചെങ്കിൽ നമ്മുടെ ജീവിതത്തെയും നമ്മുടെ കുടുംബത്തെ എല്ലാം പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിമല ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കാൻ പറ്റും. യേശു ക്രിസ്തുവിനെ ഹെറോദസിന്റെ പടയാളിയിൽ നിന്ന് രക്ഷിക്കാൻ പിതാവ് അത്രമാത്രം കൃപ, ആ എളിമ, വിശുദ്ധി എല്ലാം മറിയത്തിന് കൊടുത്തെങ്കിൽ നമ്മുടെ ഇതുകൊണ്ടാണ് യേശു കുരിശിൽ കിടന്നുകൊണ്ട് ഇതേ ക്രിസ്തു തന്നെ പറയുന്നത് യോഹന്നാൻ 19:26 ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് തിരുസഭയ്ക്ക് മനുഷ്യവർഗം മുഴുവൻ ഏൽപ്പിച്ചു തരുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, മറിയത്തെ വെറുതെ ഒരു മോശയെ പോലെ ഏലിയായെ പോലെ കാണരുത്, ഒരു മിഖായേൽ മാലാഖയെ പോലെ കാണരുത്. അതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് ദൈവം മറിയത്തെ ഉയർത്തിയിരിക്കുകയാണ്. ഒരു മിഖായേലും ഗബ്രിയേലും യേശുവിന് ഒരു ദൈവത്തിന് ജന്മം കൊടുത്തിട്ടില്ല. എന്നാൽ നസറത്തിലെ മറിയം ദൈവത്തിന് ജന്മം കൊടുത്ത്, ദൈവത്തിന് ജന്മം കൊടുത്തയാളാണ്. കൊടുത്തു എന്ന് പറയുമ്പോൾ അത് പിതാവായി ദൈവം തെരഞ്ഞെടുത്ത വ്യക്തിയാണ്. അത്രമാത്രം കൃപകൾ കൊണ്ട് നിറച്ച വ്യക്തിയാണ്. അതുകൊണ്ട് അങ്ങനെ വേണം നമ്മൾ മറിയത്തെ കാണാൻ. അല്ലാണ്ട് പെന്തക്കോസ്തക്കാർ പറയുന്ന പോലെ മറിയം മുട്ടത്തോടാണ്, മറിയത്തോട് പ്രാർത്ഥിക്കേണ്ട, മറിയത്തോട് പ്രാർത്ഥിച്ച് എന്നാ കിട്ടാനാ, എന്താ കിട്ടിയിട്ടുള്ളത്, ഇങ്ങനെയൊന്നും പറയരുത്. കാരണം സ്വർഗം ഇത്രമാത്രം അഭിഷേകം ചെയ്ത ഒരു വ്യക്തിയാണ് പരിശുദ്ധ കന്യകാമറിയം. മറിയത്തിന്റെ വില എന്താണെന്ന് സാത്താന് വ്യക്തമായി അറിയാം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മറിയത്തെ ദൈവം കാണുന്ന, തിരുസഭ കാണുന്നത് പോലെ നമുക്ക് കാണാം. അതുകൊണ്ട് മറിയം, ഇത് ഞാൻ പറയുമ്പോൾ മറിയം ദൈവത്തെക്കാൾ വലുതൊന്നുമല്ല. പക്ഷേ ഇതുകൊണ്ട് ദൈവത്തിന്റെ ആ പദ്ധതി ഹവ്വ തകർത്തു. ഹവ്വ ആരായിരുന്നു? അമലോത്ഭവമായിരുന്നു, ദൈവത്തോടൊപ്പമായിരുന്നു. പാപികൾ വസിക്കുന്ന ഈ ഭൂമിയിലൊന്നുമല്ല, മറിയത്തെ പോലല്ല. എന്നിട്ട് പോലും അവൾ സാത്താനോട് ചേരുകയാണ്. അങ്ങനെയെങ്കിൽ മറിയം ഈ തിന്മ നിറഞ്ഞ ഈ ഭൂമിയിൽ നന്മ അല്പം പോലും ഇല്ലാത്ത മനുഷ്യവർഗത്തിനോടൊപ്പം കൂടെ നടക്കുന്നു. എന്നിട്ട് പോലും അവിടെ നിന്നുകൊണ്ട് സാത്താന്റെ പദ്ധതിയെ തകർത്തുകൊണ്ട് ദൈവത്തോട് ചേർന്ന് ദൈവ പദ്ധതിയെ അതിന്റെ പരിപൂർണതയിൽ കൊണ്ടുവരുവാൻ പിതാവിനോട് അല്ലെങ്കിൽ സ്വർഗത്തോട് സഹകരിച്ച ഒരു വ്യക്തിയാണ്. ഈ ഒരു രീതിയിൽ പ്രിയമുള്ളവരെ, നമ്മൾ മറിയത്തെക്കുറിച്ച് ഇങ്ങനെ ധ്യാനിക്കുമ്പോഴും നമ്മുടെ ജീവിതവും ഇതുപോലെ ആകാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. നമ്മളെപ്പോഴും ഹവ്വയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന വ്യക്തിയാണോ അതോ മറിയത്തോട് ചേർന്ന് ജീവിക്കുന്ന വ്യക്തിയാണോ?
ഒത്തിരി വേദനകളും കഷ്ടപ്പാടുകളും തിക്താനുഭവങ്ങളും നിന്ദനങ്ങളും ഒക്കെ ഉണ്ടോ? മറിയത്തെക്കുറിച്ച് ഇപ്പോഴും എന്തെല്ലാം അപവാദങ്ങളാണ് മറിയത്തെക്കുറിച്ച് പറയുന്നത്. അപ്പം ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ സാത്താൻ നമ്മുടെ മേൽ ആഞ്ഞടിക്കും. അവൻ ഈശോ പോലും ഗെത്സമേൻ തോട്ടത്തിൽ വെച്ച് പത്രോസിനോട് പറയുന്നില്ലേ, പത്രോസേ നിന്നെ സാത്താൻ ഗോതമ്പ് പാറ്റുന്ന പോലെ പാറ്റും. അപ്പം ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ, ദൈവപദ്ധതിക്ക് വേണ്ടി മറിയത്തെ പോലെ നിലകൊള്ളുമ്പോൾ സാത്താൻ നമ്മുടെ മേൽ ആഞ്ഞടിക്കും. ഇതാണ് നമ്മൾ സമരസഭയിലാണെന്ന് പറയുന്നത്. ഇതാണ് എഫേസ് 6:10 മുതൽ, എന്തെന്നാൽ നാം മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിലെ അധിപന്മാർക്കും സ്വർഗീയിടങ്ങളിൽ തിന്മയുടെ ദുരാത്മാക്കൾക്കെതിരായിട്ടുമാണ് നാം പടപെട്ടതെന്നൊക്കെ പറയുന്നത്. മറിയത്തെ പോലെ നമ്മളും തിന്മയുടെ ശക്തിയുമായി പോരാടി മറിയത്തെ പോലെ ദൈവത്തോട് ചേർന്ന് ദൈവപദ്ധതി നിറവേറ്റാൻ, ദൈവത്തിന്റെ പദ്ധതി വിജയിക്കാൻ നമുക്ക് മറിയത്തെ പോലെ സഹകരിക്കാം, ദൈവത്തോട് ചേർന്ന് സഹകരിക്കാം. അങ്ങനെ നമുക്കും മറിയം ആയിരിക്കുന്ന സ്വർഗത്തിൽ എത്തിച്ചേരാൻ നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ആമേൻ.